വെൽക്കം ടു സ്റ്റുഡന്റ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +2 ഫിസിക്സിന്റെ ഫോക്കസ് പോയിന്റ് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ +2 ഫിസിക്സിന്റെ എല്ലാ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഫോക്കസ് പോയിന്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നതാണ്. സോ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഈ പറയുന്ന ഫോക്കസ് പോയിന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് സ്റ്റുഡന്റ് റാപ്പിഡ് ക്ലാസ്, അതായത് ഈ പറയുന്ന 3 മന്തിനകത്ത് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന പോലെ ലൈവ് ഇന്ററാക്ഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ചേരാൻ താല്പര്യമുള്ള ആളുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. സോ അതുവഴി ജോയിൻ ചെയ്യാം. നമുക്ക് അപ്പോൾ ക്ലാസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം, ഡിലേ ആക്കുന്നില്ല. ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. അത് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയ കൺസെപ്റ്റ് എന്ന് നോക്കാം. അപ്പൊ ആദ്യം ബേസിക് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രിക് ചാർജ് എന്താണ്, ഇലക്ട്രിക് ചാർജിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇലക്ട്രിക് ചാർജ് സാധാരണ ഏത് ചാർജും എടുക്കുന്ന പോലെ ഇലക്ട്രിക് ചാർജ് ഏതൊക്കെയുണ്ട്? പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. സോ നമുക്ക് ഇലക്ട്രിക് ചാർജ് 2 ടൈപ്പ് ആണ്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു ബോഡി പോസിറ്റീവ്ലി ചാർജ്ഡ് ആവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ബോഡി നെഗറ്റീവ്ലി ചാർജ്ഡ് ആവുക നമുക്ക് നോക്കണം. അപ്പൊ എന്താണ് അതിന്റെ ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ബോഡിയിൽ എക്സസ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്റെ മേലെ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഞാൻ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. എക്സസ് ഇലക്ട്രോൺ ഇൻ എ ബോഡി മേക്ക് ഇറ്റ് നെഗറ്റീവ്ലി ചാർജ്. ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ മേക്ക് എ ബോഡി പോസിറ്റീവ്ലി ചാർജ്. എന്റെ മേലെ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. എന്റെ മേലെ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് വെച്ചാൽ ഞാൻ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ഇതാണ് 2 ചാർജിന്റെയും ബേസിക് കാര്യങ്ങൾ. ഓക്കെ, ഇനി ഈ ചാർജസിന്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ ടെക്സ്റ്റിനകത്ത് ചിലപ്പോൾ 1ൽ കൂടുതൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ 2ൽ കൂടുതൽ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ 2 ബേസിക് പ്രോപ്പർട്ടീസ് മാത്രം ഇലക്ട്രിക് ചാർജിന്റേതായിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. അല്ലാതെ കുറെ പ്രോപ്പർട്ടീസ് പഠിക്കുന്നതിന് പകരം ജസ്റ്റ് 2 പ്രോപ്പർട്ടീസ് എളുപ്പമാണ്. ഒന്നാമത്തെ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് വെച്ചാൽ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. Q = +or-NE. Q = +or-NE. ഇതാണ് അതിന്റെ ഫോർമുല. അതായത് നിങ്ങൾ ഏത് ചാർജ് എടുക്കുകയാണെങ്കിലും ആ ചാർജ് എന്ന് പറയുന്നത് ബേസിക് ചാർജ് ആയ ഇലക്ട്രോണിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. All the charge are the integral multiple of the basic charge. That means the charge of the electron. Clear അല്ലേ? അതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് പറയാം. നമ്മൾ ജസ്റ്റ് ഏത് ചാർജ് എടുക്കുകയാണെന്ന് വെച്ചാലും അത് ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? =1.6 × 10⁻⁻19 ആണ് ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത്. സോ ഈ ബേസിക് ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും നിങ്ങൾ ഏത് ചാർജ് എടുത്താലും ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ കൺസർവേഷൻ ഓഫ് ചാർജ്. നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി, മൊമെന്റും ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണ്. സോ കൺസർവേഷൻ ഓഫ് ചാർജ് എന്തായിരിക്കും? ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. അതാണ് കൺസർവേഷൻ ഓഫ് ചാർജ്. സോ ഈ 2 പ്രോപ്പർട്ടീസ് പഠിച്ചാൽ ഇലക്ട്രിക് ചാർജിന്റെ കൺസെപ്റ്റ് മനസ്സിലായി, 2 പ്രോപ്പർട്ടീസ് മനസ്സിലായിട്ടുണ്ടാവും. സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്, ഈ പാഠഭാഗത്തിലെ ഫോക്കസ് പോയിന്റിൽ ഇൻക്ലൂഡ് ചെയ്ത നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് നോക്കാൻ വളരെ എളുപ്പമാണ്. മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ മതി. ഇലക്ട്രിക് ഫീൽഡ്, അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സിംപ്ലി നമ്മളൊരു ഇലക്ട്രിക് ചാർജ് എടുത്തു എന്ന് വെക്കാം. ഈ പോസിറ്റീവ് ഇലക്ട്രിക് ചാർജാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. സോ ഈ പോസിറ്റീവ് ഇലക്ട്രിക് ചാർജിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ചാർജിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു റീജിയൻ ഉണ്ടാവുമല്ലോ, ഈ ചാർജിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു റീജിയൻ, അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുക. ദ സ്പേസ് അറൗണ്ട് എ ചാർജ് ഇൻ വിച്ച് ഇറ്റ്സ് ഇലക്ട്രിക്കൽ ഇൻഫ്ലുവൻസ് എക്സിസ്റ്റ്. ഈ ചാർജിന് ചുറ്റുമുള്ള എത്രത്തോളം സ്പേസിലാണ് ഇതിന്റെ ഇലക്ട്രിക്കൽ ഇൻഫ്ലുവൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നതാണ് അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. അത് നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ, വേറൊരു ചാർജ് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് എന്താണ് റിപ്പല് ചെയ്യില്ല, കാരണം അത് ഔട്ട് ഓഫ് ദ ഇൻഫ്ലുവൻസ് ആണ്. സോ ഈ ഇലക്ട്രിക് ഫീൽഡിലാണ് വെക്കുന്നതെങ്കിൽ എന്താണ്, ഇത് രണ്ടും തമ്മിൽ എന്താണ് റിപ്പൽഷൻ നടക്കുന്നത്. സെയിം ചാർജ് ആയത് കാരണമാണ് റിപ്പൽഷൻ നടക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ഏത് റീജിയണിലാണോ ഈ ഇലക്ട്രിക് ചാർജിന് ഇൻഫ്ലുവൻസ് ഉള്ളത് അതിനെയാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇലക്ട്രിക് ഫീൽഡിനോട് തന്നെ നമുക്ക് ഒരുമിച്ച് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. സോ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഫീൽഡ് ലൈൻസ് അതായത് ഈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് നമ്മൾ പറഞ്ഞാൽ പോരാലോ. ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് നമ്മൾ കാണിക്കണമല്ലോ, നമുക്കത് തിയററ്റിക്കലി കാണിക്കണമല്ലോ. സോ അതിന് വേണ്ടിയിട്ട് ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. സോ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഓരോ ചാർജിനും ഡിഫറെന്റ് ആയിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. പോസിറ്റീവ് ചാർജ് എടുക്കുകയാണെന്ന് വെക്കാം. സോ ഇതൊരു പോസിറ്റീവ്ലി ചാർജ് ആണ്. സോ ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ പുറത്തോട്ടായിരിക്കും ഡയറക്ഷൻ, ഔട്ട്വേർഡ് ആയിരിക്കും പോസിറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ. സപ്പോസ് നിങ്ങൾ നെഗറ്റീവ് ചാർജ് എടുക്കുകയാണെന്ന് വെച്ചാൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ അകത്തോട്ടായിരിക്കും.
ക്ലിയർ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയിൽ പലതവണ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ ബേസ് ചെയ്തിട്ട്. സോ എങ്ങനെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ ഡിഫൈൻ ചെയ്യാം? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ദ ഇമാജിനറി ലൈൻസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ദ ഇലക്ട്രിക് ഫീൽഡ്. ദീസ് ആർ ദ ഇമാജിനറി ലൈൻസ്. ആ വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇമാജിനറി ലൈൻസ് ആണ്. ഈ ലൈൻസ് ഒരിക്കലും റിയൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇമാജിനറി ലൈൻസ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. പോസിറ്റീവിൽ ഔട്ട്വേർഡ് ആയിരിക്കും, നെഗറ്റീവിൽ ഇൻവേർഡ് ആയിരിക്കും ഡയറക്ഷൻ. സപ്പോസ് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് ചാർജും നമ്മൾ അടുത്തടുത്ത് വെക്കുകയാണെങ്കിൽ പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ. പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ. ഈ 3 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ബേസ് ചെയ്ത ചോദ്യങ്ങൾ പ്രീവിയസ് പരീക്ഷകളിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഒരു ലോ ആണ്. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷ ഈ ചാപ്റ്റർ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലോ എന്ന് പറയാൻ പറ്റുന്ന ഒരു ലോ ആണ് കൂളംസ് ലോ. ഓക്കെ, അപ്പൊ കൂളംസ് ലോ നമ്മൾ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും, അതിന്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പോലെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ കൂളംസ് ലോ എന്താണ് പറയുന്നത് നോക്കാം. കൂളംസ് ലോ എളുപ്പമാണ് പഠിക്കാൻ. 2 ചാർജസ് കൺസിഡർ ചെയ്യാം, Q1 Q2. 2 ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണെന്ന് വെക്കുക. സോ 2 ചാർജസ് കൺസിഡർ ചെയ്യുന്നു, Q1 Q2, 2 തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണെന്ന് വെക്കുക. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതൊന്നും ഇവിടെ വിഷയമല്ല, അതൊന്നും ഇവിടെ പറയുന്നില്ല. 2 ചാർജസ് എടുക്കുന്നു, 2 ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആയിട്ട് എടുക്കുകയാണ്. സോ നമുക്ക് സ്റ്റേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഫോർമുല ഒന്ന് ഡിറൈവ് ചെയ്തിട്ട് നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം, അതാണ് കുറച്ചുകൂടി എളുപ്പം. സോ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ദ ചാർജസ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ദ ചാർജസ്. എന്തുകൊണ്ടാണ് രണ്ടും പറയുന്നത്? കാരണം അവിടെ ചാർജസിന്റെ സൈൻ അവർ മെൻഷൻഡ് അല്ല. സോ രണ്ടും സെയിം ചാർജ് ആണെന്ന് വെച്ചാൽ റിപ്പൽഷൻ നടക്കാം, രണ്ടും ഓപ്പോസിറ്റ് ചാർജ് ആണെങ്കിൽ അട്രാക്ഷനും നടക്കാം. സോ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ 2 ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ചാർജസ്. പ്രോഡക്റ്റ് എന്ന വാക്കിന് അർത്ഥം എന്താണ്? പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ഗുണനം എന്നാണ് അർത്ഥം. സോ ഫോഴ്സ് എന്ന് പറയുന്നത് 2 ചാർജിന്റെയും പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 എന്ന് എഴുതാലോ. ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് 2 ചാർജസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ നമ്മൾ എങ്ങനെ എഴുതാ? 1 ഉപയോഗിച്ചിട്ടാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് എഴുതാം. സോ ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ആറിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ എങ്ങനെ എഴുതാം? F ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R സ്ക്വയർ. എന്താണ് ഇൻവേഴ്സ്ലിയും എന്താണ് ഡയറക്ട്ലിയും തമ്മിലുള്ള വ്യത്യാസം? അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഡയറക്ട്ലി എന്ന് പറഞ്ഞാൽ ഈ Q1 Q2ന്റെ പ്രോഡക്റ്റ് കൂടുന്തോറും ഫോഴ്സ് കൂടും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ R സ്ക്വയർ കൂടുന്തോറും ഫോഴ്സ് കുറയും. നേരെ തിരിച്ചാണ്, ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നതിനെ നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറയും, ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കൂടുന്നതിന് നമ്മൾ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറയും. സോ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതാം. F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അല്ലെങ്കിൽ F പ്രൊപ്പോർഷണൽ ടു Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. 2 ഇക്വേഷനും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ക്ലിയർ? ഇനി നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക? ഒരു കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെയും നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. F ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഈ 1/4πε0 ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഈ 1/4πε0ന്റെ വാല്യൂ എന്ന് പറയുന്നത് 9 × 10⁻9 ആണ്. 1/4πε0ന്റെ വാല്യൂ എത്രയാണ്? 9 × 10⁻9. ഈ ε0 എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഇതിനെ ε0 എന്നാണ് പറയാ. ഇതിന്റെ പേര് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്നാണ്. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്നാണ്. ഇതിന്റെ വാല്യൂ ചിലപ്പോൾ പരീക്ഷയിൽ ചോദിക്കാം 8 × 8.5 സംതിങ്. അപ്പൊ വാല്യൂ പഠിച്ചു വെക്കുക. എനിക്ക് പ്രോപ്പർലി എനിക്ക് ഓർമ്മയില്ല. 8.85 × 10⁻² ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, എക്സാക്ട് ഫിഗേഴ്സ് നിങ്ങൾ നോക്കി വയ്ക്കുക. ഐ തിങ്ക് 8.85 × 10⁻12. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 9 × 10⁻9. സോ ഇത് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പരീക്ഷയിൽ പ്രോബ്ലംസ് തരുമ്പോൾ ഇതിന് നമ്മളായിട്ട് ഓൺ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. സോ ആ സിറ്റുവേഷനിലാണ് ഈ 9 × 10⁻9 എന്ന് പറയുന്ന വാല്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയിൽ തരില്ല. So Coulomb's law നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. Coulomb's law state that the force of attraction or repulsion between 2 charges is directly proportional to the product of charges and inversely proportional to the square of the distance between them. വളരെ ഇമ്പോർട്ടന്റ് ആയ ലോ ആണ്. ഈ ചാപ്റ്ററിൽ പലതവണ പരീക്ഷയിൽ ചോദിച്ചൊരു ലോ ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡൈപോൾ ആണ്. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്ന ടോപ്പിക് ആണ്. അതിൽ നിന്നും പലതവണ പരീക്ഷയിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അവർ ആ സ്റ്റേറ്റ്മെന്റ് തരും, ഡെഫിനിഷൻ തന്നിട്ട് ഇതെന്താണ് സാധനം എന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. സോ ഡൈപോൾ
ഡൈ എന്ന വാക്കിന് അർത്ഥം എന്താണ്? രണ്ട് പോൾസ് ഉള്ളതിനെയാണ് നമുക്ക് എന്ത് പറയാം? ഡൈപോൾ എന്ന് പറയാം. സോ രണ്ട് പോൾസ് വേണമെങ്കിൽ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ. സോ ഒരു പോസിറ്റീവ് ചാർജും ഒരു മൈനസ് ചാർജും നമ്മൾ എടുത്തു വയ്ക്കുക. ഒരു പോസിറ്റീവ് ചാർജും ഒരു മൈനസ് ചാർജും എടുക്കുക. രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മളിവിടെ 2a ആയിട്ടാണ് എടുത്തത്. കൂളംസ് ലോയിൽ നമ്മൾ ഡിസ്റ്റൻസ് എന്തായിട്ട് എടുത്തത്? r ആയിട്ട് എടുത്തത്. പക്ഷെ ഇവിടെ ഡിസ്റ്റൻസ് നമ്മൾ 2a ആയിട്ടാണ് എടുക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഡിസ്റ്റൻസ് 2a ആയിട്ട് എടുക്കാൻ നോക്കി. അത് രണ്ട് ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സോ നമുക്ക് ഇതിന് എളുപ്പം എങ്ങനെ ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. a ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. a+a എത്രയാണ്? 2a ആണ്. ആ ഒരു ഫീസിബിലിറ്റിക്ക് വേണ്ടിയാണ് നമ്മളിവിടെ ഡിസ്റ്റൻസ് എന്തായിട്ട് എടുക്കുന്നത്? 2a ആയിട്ട് എടുക്കുന്നത്. സോ നമുക്ക് ഡൈപോളിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ, ഡൈപോൾ ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് എന്ന് പറയാം. Dipole is the combination of equal and opposite charges separated by a small distance എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഡൈപോൾ നമ്മൾ ശരിക്കും ജസ്റ്റ് മാഗ്നറ്റ് നോർത്ത് സൗത്ത് പോൾ ഇല്ലേ, അതുപോലെ തന്നെയാണ് ഡൈപോളും. പക്ഷെ ഇവിടെ എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഡൈപോൾ പഠിക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റിനെ P എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഡൈപോൾ മൊമെന്റ് P ഈക്വൽ ടു എന്താണ് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ, it is the product of the distance between the charge and the charge magnitude of the charge. ഈ രണ്ട് ചാർജ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെയും ആ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിന്റെയും പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. സോ 2a എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജ്, q എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ്. ക്ലിയർ അല്ലേ? സോ ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കൂളംബ് ആണ്. സോ നമുക്ക് ഇതിനെ കൂളംബ് മീറ്റർ എന്നാണ് ഈ ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ്. യൂണിറ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആൻസറിനൊപ്പം യൂണിറ്റ് എഴുതിയാലേ നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്ക് കിട്ടത്തുള്ളൂ. സോ യൂണിറ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഡൈപോൾ മൊമെന്റ് P ഈക്വൽ ടു 2a/q, where 2a is the distance between the charge, q is the magnitude of one of the charge, equal to കൂളംബ് മീറ്റർ ആണ് അതിന്റെ യൂണിറ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് ഡൈപോളും എന്താണ് ഡൈപോൾ മൊമെന്റ് മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത നമ്മൾ നോക്കാൻ പോവാണ് ഗോസ് തിയറം. ഈ ചാപ്റ്ററിലുള്ള ഡെറിവേഷൻസിന്റെ ഒക്കെ മേജർ അല്ലെങ്കിൽ ഡെറിവേഷൻസ് ബിഗിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ബേസ്ഡ് അപ്പോൺ ഗോസ് തിയറം ആണ്. ഗോസ് തിയറം അല്ലെങ്കിൽ ഗോസ് ലോ എന്നൊക്കെ പറയാം. ഓക്കെ, ഗോസ് തിയറം എന്താ പറയുന്നത്? ജസ്റ്റ് നമ്മളൊരു ക്ലോസ്ഡ് സർഫേസ് എടുക്കുകയാണ്. ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് സർഫേസ് എടുത്തു എന്ന് വെക്കുക. അതിനകത്തുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് അത് പറഞ്ഞിട്ട് നമുക്ക് ഗോസ് തിയറത്തിലേക്ക് പോവാം. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതൊരു യൂണിറ്റ് ഏരിയ ആയിട്ട് എടുക്കുകയാണ് വെക്കുക. ഈ യൂണിറ്റ് ഏരിയയിൽ എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുക. സോ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ യൂണിറ്റ്സ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നു എന്നതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ ഇലക്ട്രിക് ഫ്ലക്സ് മനസ്സിലായി വിചാരിക്കുന്നു. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഫൈ എന്നാണ്. ഇതിനെ ഫൈ എന്നാണ് ഞാൻ പറയാം. സോ ഫൈ എന്ന രീതിയിൽ നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇലക്ട്രിക് അക്കോർഡിംഗ് ടു ഗോസ് തിയറം ഇലക്ട്രിക് ഫ്ലക്സ് ക്യാൻ ബി എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ, ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ദ ടോട്ടൽ ചാർജിന്റെ 1/ε0 ടൈംസ് ആയിരിക്കും. അതായത് ഒരു ക്ലോസ്ഡ് സർഫേസ് എടുത്തു എന്ന് വെക്കുക. ഈ സർഫേസിൽ ഇതിനകത്തുള്ള ചാർജിന്റെ 1/ε0 ടൈംസ് ആയിരിക്കും അതിനകത്തുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഗോസ് തിയറം സ്റ്റേറ്റ് ദാറ്റ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് എ ക്ലോസ്ഡ് സർഫേസ് ഈസ് 1/ε0 times the charge enclosed by the surface. Clear അല്ലേ? ഒന്നുകൂടി പറഞ്ഞുതരാം. Gauss theorem state that the total electric flux associated by a closed surface is 1/ε0 times the charge enclosed by the surface. അതായത് ഇപ്പൊ ചാർജ് ഉണ്ടെന്ന് വെച്ചാൽ ചാർജിന്റെ 2 ടൈംസ് ഒക്കെ ആണ് നമ്മൾ പറയില്ലേ, 3 ടൈംസ് ആണെന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് 2ക്കും 3ക്കും പകരമാണ് നമ്മൾ 1/ε0 എന്ന് ഉദ്ദേശിക്കുക. അപ്പൊ അവിടെയുള്ള ചാർജിന്റെ 1/ε0 ടൈംസ് ആണ് അതിനകത്ത് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫ്ലക്സ്. ഇതിനെയാണ് നമ്മൾ ഗോസ് തിയറം അല്ലെങ്കിൽ ഗോസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുക. സോ ഫൈ ഈക്വൽ ടു q/ε0 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ ഫൈ ഈക്വൽ ടു q/ε0 എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ലേ? ക്ലിയർ? സോ ഇതാണ് ഗോസ് തിയറം. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് 4 അപ്ലിക്കേഷൻസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ തിയറത്തിനെക്കാട്ടിലും വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് ബേസ് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് ഓരോരോ അപ്ലിക്കേഷൻസ് ആക്കി നോക്കാം. സോ ഗോസ് തിയറത്തിന്റെ ഒന്നാമത്തെ അപ്ലിക്കേഷൻ ആണ്. ഗോസ് തിയറത്തിന്റെ ഒന്നാമത്തെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് സ്ട്രെയിറ്റ് വയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കാം. ഗോസ് തിയറം ബേസ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് വയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. സോ ഇൻഫൈനൈറ്റ് ലോങ് ചാർജ്ഡ് വയർ എടുക്കുകയാണ്. പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു വയറാണ് കൺസിഡർ ചെയ്യുന്നത്. ഇൻഫൈനൈറ്റ് ലോങ് ആണ്. നമ്മൾ ജസ്റ്റ് ഒരു പോർഷൻ മാത്രം വരച്ചു വയ്ക്കുക. ഈ ഇൻഫൈനൈറ്റ് ലോങ് വയർ മൂലം P എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ ഇൻഫൈനൈറ്റ് ലോങ് വയർ മൂലം P എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ.
സോ അതിനു മുമ്പ് നമ്മൾ ഗോസ് തിയറത്തിന്റെ ബേസിസിലാണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വയറിന് ചുറ്റും നമ്മളൊരു ഗോസിയൻ സർഫേസ് കൺസിഡർ ചെയ്യണം. ഈ വയറിന് ചുറ്റും നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? നമ്മളൊരു ഗോസിയൻ സർഫേസ് കൺസിഡർ ചെയ്യണം. സോ നമുക്ക് ഗോസിയൻ സർഫേസ് വരയ്ക്കാലോ. അതിന് ചുറ്റും നമ്മളൊരു ഗോസിയൻ സർഫേസ് which encloses the point P. P എന്ന് പറയുന്ന പോയിന്റ് എൻക്ലോസ് ആകുന്ന പോലെ, അല്ലെങ്കിൽ ആ P എന്ന് പറയുന്ന പോയിന്റ് അകത്ത് വരുന്ന പോലെ ഒരു ഗോസിയൻ സർഫേസ് നമ്മൾ എടുക്കുക. ക്ലിയർ? ഇങ്ങനെ തന്നെ എടുക്കണം. ഇതൊരു സിലിണ്ടറിക്കൽ ആണ്. ഞാൻ വരച്ചതിൽ ചിലപ്പോൾ സിലിണ്ടർ പോലെ ഫീൽ ആയില്ലെങ്കിലും ഒരു സിലിണ്ടറിക്കൽ ആയ ഗോസിയൻ സർഫേസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് സ്മോൾ എൽ ആണ്. ഈ സിലിണ്ടറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് സ്മോൾ എൽ ആണ്. റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ ആർ ആയിട്ട് നമ്മളൊരു ഗോസിയൻ സർഫേസ് എടുക്കുകയാണ്. ഇനി നമ്മൾ എല്ലാ ആപ്ലിക്കേഷനും രണ്ട് ഇക്വേഷൻസ് ആണ് നോക്കുന്നത്. രണ്ട് ഇക്വേഷൻ ഞാൻ എഴുതരാം. ഇലക്ട്രിക് ഫ്ലക്സ് ഈക്വൽ ടു Q by epsilon 0. ഒന്നാമത്തെ ഇക്വേഷൻ ഇലക്ട്രിക് ഫ്ലക്സ് ഈക്വൽ ടു Q by epsilon 0 അക്കോർഡിംഗ് ടു ഗോസ് തിയറം ബേസ് ചെയ്ത് നമ്മൾ പഠിച്ച ഇക്വേഷൻ. അടുത്തൊരു ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ കൂടി ഉണ്ട്. E dot ds ഫ്ലക്സ് ഈക്വൽ ടു E dot ds. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. ഇത് നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. ഇലക്ട്രിക് ഫ്ലക്സ് ഈക്വൽ ടു E dot ds ഉം ഇലക്ട്രിക് ഫ്ലക്സ് ഈക്വൽ ടു Q by epsilon 0 ഉം രണ്ട് ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കാൻ പോകുന്നത്. സോ ഇതിൽ രണ്ടിന്റെയും LHS അഥവാ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? സെയിം ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. സോ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇക്വേറ്റ് ചെയ്താലോ Q by epsilon 0 equal to E dot ds. Q by epsilon 0 equal ഇതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം ഈ സൈഡ് E dot ds എഴുതാം. E dot ds equal to Q by epsilon 0. രണ്ട് സൈഡ് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഈ പറയുന്ന റൈറ്റ് സൈഡ് Q by epsilon 0 യും E dot ds ഉം ഇക്വേറ്റ് ചെയ്തു. കാരണം എന്താണ്? രണ്ടിന്റെയും LHS എന്താണ്? phi തന്നെയാണ്, ഇലക്ട്രിക് ഫ്ലക്സ് തന്നെയാണ്. സോ റൈറ്റ് സൈഡ് ഞാൻ ഇക്വേറ്റ് ചെയ്തു. ഓക്കെ. അപ്പൊ E dot ds എന്ന് വെച്ചാൽ എന്താണ്? സർഫേസ് ഏരിയ ആണ്. ഒരു സിലിണ്ടറിന്റെ സർഫേസ് ഏരിയ എത്രയാണ്? 2πRL ആണ്. നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. 2πRL ആണ് ഒരു സിലിണ്ടറിന്റെ സർഫേസ് ഏരിയ. ds എന്ന് പറഞ്ഞാൽ ഗോസിയൻ സർഫേസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. അല്ലാതെ ഈ ലൈൻ ഓഫ് ചാർജിനെ അല്ല. ഗോസിയൻ സർഫേസിന്റെ സർഫേസ് ഏരിയ ആണ്. എത്രയാണ്? 2πRL equal to Q by epsilon 0. ഇനി നിങ്ങൾക്ക് ഒരു ടേം കൂടി അറിയണം, Q by epsilon 0. അപ്പൊ അതില് ലാംഡ, അതായത് ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ് ലാംഡ. ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ് ലാംഡ. ലാംഡയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Q by L ആണ്. ലാംഡ ഈക്വൽ ടു Q by L. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം. ലാംഡ ഈസ് ദ ലീനിയർ ചാർജ് ഡെൻസിറ്റി. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ചാർജ് ആൻഡ് ദ ലെങ്ത്. ലാംഡ ഈക്വൽ ടു Q by L. ഇത് നമുക്ക് Q കണ്ടുപിടിക്കാലോ. Q ഈക്വൽ ടു ലാംഡ L എന്ന് നമുക്ക് എഴുതാം. Q ഈക്വൽ ടു ലാംഡ L. ജസ്റ്റ് ഈ എല്ലിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്നു. therefore Q ഈക്വൽ ടു ലാംഡ L. E into 2πRL ഈക്വൽ ടു ലാംഡ L ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാലോ. E into 2πRL ഈക്വൽ ടു ലാംഡ L ബൈ എപ്സിലോൺ 0. Q ക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ലാംഡ L എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ക്ലിയർ അല്ലേ? ഇതുവരെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ ഈ ഡയഗ്രാം വായിക്കണേ. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകും, നമുക്ക് ആവശ്യം എന്താണ്? E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കിയുള്ള ടേംസിനെ എല്ലാം നമുക്ക് റൈറ്റ് സൈഡ് കൊണ്ടുവരാലോ. ഇത് മാത്രം അവിടെ നിർത്തുക, ബാക്കിയുള്ള ടേമിനെ റൈറ്റ് സൈഡ് കൊണ്ടുവരാം. therefore E equal to lambda L divided by 2πRL epsilon 0. lambda L divided by 2πRL epsilon 0. എല്ലും എല്ലും ക്യാൻസൽ ചെയ്യാലോ. മുകളിലുണ്ട് താഴെയും എല്ലുണ്ട്. സോ അത് ക്യാൻസൽ ചെയ്തു. therefore E equal to lambda divided by 2πR epsilon 0 equal to lambda divided by 2πR epsilon 0. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ സ്ട്രെയിറ്റ് വയർ. ഒരു സ്ട്രെയിറ്റ് വയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് E equal to lambda divided by 2πR epsilon 0. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ മേജർ ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞു വെക്കേണ്ട കാര്യം ഈ ലീനിയർ ചാർജ് ഡെൻസിറ്റിന്റെ വാല്യൂ ആണ്. ദാറ്റ് ഈസ് Q by L. അത് അറിഞ്ഞാൽ നമുക്ക് എളുപ്പം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് നമ്മൾ നോക്കാം. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ മനസ്സിലാക്കി വിചാരിക്കുന്നു. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെറിക്കൽ ഷെല്ലിന്റെ ആണ്. ഒരു സ്പെറിക്കൽ ഷെൽ എടുത്തു വെച്ചാൽ അതിലുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് നമ്മൾ രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലും രണ്ട് ടൈപ്സ് വരുന്നുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ടൈപ്പ് നോക്കാം. സ്പെറിക്കൽ ഷെൽ. സ്പെറിക്കൽ ഷെല്ലിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ അതിന്റെ റേഡിയസ് ക്യാപിറ്റൽ R ആയിട്ട് എടുക്കുക. സ്പെറിക്കൽ ഷെല്ലിന്റെ റേഡിയസ് നമ്മൾ എന്തായിട്ട് എടുത്തു? ക്യാപിറ്റൽ R ആയിട്ട് എടുക്കുന്നു. സോ ഇവിടെയാണ് P എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നത്. സോ ഈ സ്പെറിക്കൽ ഷെല്ല് മൂലം ഇത് ഒരു ചാർജിൽ സ്പെറിക്കൽ ഷെല്ലാണ്. ഈ ചാർജിൽ സ്പെറിക്കൽ ഷെല്ല് മൂലം P എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ മുമ്പിൽ നമ്മൾ സ്ട്രെയിറ്റ് വയർ എടുത്തപ്പോൾ ഗോസിയൻ സർഫേസ് എങ്ങനെ എടുത്തു? സിലിണ്ടറിക്കൽ ആയിട്ട് എടുത്തു. ഇവിടെ എങ്ങനെയാണ്? ഇതൊരു സ്പിയർ ആണ്. സോ ഇതിന്റെ ഗോസിയൻ സർഫേസ് നമുക്ക് P എൻക്ലോസ് ചെയ്യുന്ന പോലെ ഒരു സ്പെറിക്കൽ ആയിട്ട് തന്നെ എടുക്കാം. P എൻക്ലോസ് ചെയ്യുന്ന പോലെ ഗോസിയൻ സർഫേസിന് എങ്ങനെ എടുക്കാം? സ്പെറിക്കൽ ആയിട്ട് തന്നെ എടുക്കാം. സോ ഇതിന്റെ ഗോസിയൻ സർഫേസിന്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ r ആയിട്ട് എടുക്കാം.
ഗോസിയൻ സർഫേസിന്റെ റേഡിയസ് സ്മോൾ ആർ, ഈ പറയുന്ന സ്പെറിക്കൽ ഷെൽ ഇന്നർ ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആയിട്ട് എടുക്കാം. ഇതുവരെ മനസ്സിലായില്ലേ? ഇതാണ് ബേസിക് ഡയഗ്രാം. ഇനി നമ്മൾ എന്താ ചെയ്യുക? സാധാരണ പോലെ തന്നെ രണ്ട് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്നു. ഏതൊക്കെ രണ്ട് ഇക്വേഷൻ? phi equal to q by epsilon 0 ആണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ phi equal to e dot ds ആണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇത് എല്ലാത്തിലും ഇതേ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻസ് ഡിറൈവ് ചെയ്യുന്നത്. സോ ഇത് രണ്ടിന്റെയും LHS എന്താണ്? സെയിം ആണ്. സോ RHS ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് e dot ds equal to q by epsilon 0. e dot ds equal to q by epsilon 0. ഇവിടെ ds എന്ന് വെച്ചാൽ എന്താണ്? സർഫേസ് ഏരിയ. സർഫേസ് ഏരിയ ഓഫ് വാട്ട്? സർഫേസ് ഏരിയ ഓഫ് ദ സ്പിയർ. എന്താണ് സ്പിയറിന്റെ സർഫേസ് ഏരിയ? 4 pi r സ്ക്വയർ ആണ്. 4 pi r സ്ക്വയർ ആണ്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ds എന്തിന്റെയാണ് എടുക്കേണ്ടത്? ഗോസിയൻ സർഫേസിന്റെയാണ് എടുക്കേണ്ടത്. സോ ഗോസിയൻ സർഫേസിന്റെ സർഫേസ് ഏരിയയിൽ സ്മോൾ r ആണ് എടുക്കുക. കാരണം അതിന്റെ റേഡിയസ് എന്താണ്? സ്മോൾ r ആണ്. സോ ds ന് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ e into 4 pi r square equal to q by epsilon 0. അവിടെ സ്ട്രെയിറ്റ് വയർ ആയത് കാരണം നമ്മൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി എടുത്തു. ഇവിടെ സ്പിയർ ആണ്. സ്പിയർ ആവുമ്പോൾ നമ്മൾ എന്താ എടുക്കേണ്ടത്? സ്പിയർ ആവുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് സർഫേസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. സ്പിയർ ആവുമ്പോൾ നമ്മൾ എന്താ എടുക്കേണ്ടത്? സർഫേസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. സിഗ്മ ഈക്വൽ ടു q by a ആണ് ഇക്വേഷൻ. സിഗ്മ ഈക്വൽ ടു q by a, where a is the radius. a is the radius of the സ്പെറിക്കൽ ഷെല്ലിന്റെ റേഡിയസ് ആണ് a എന്ന് പറയുന്നത്. therefore q equal to sigma a എന്ന് വരും. therefore q equal to sigma a. q ന് sigma a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ? sigma a divided by epsilon 0 എന്ന് വരും. e dot 4 pi r square equal to sigma a divided by epsilon 0 എന്ന് വരും. ഈ ഡയഗ്രാം വായിക്കുകയാണ്. ഫൈൻ. ഇനി നമ്മൾ നെക്സ്റ്റ് എഴുതാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇതിൽ എക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്? ഒരു സ്പെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ ആർ ആയിരുന്നു. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. e dot 4 pi small r square equal to sigma into ഒരു സ്പെറിക്കൽ ഷെല്ലിന്റെ ഏരിയ എന്താണ്? 4 pi r square ആണ്. പക്ഷെ അവിടെ ഏത് r ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 4 pi ക്യാപിറ്റൽ r square ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം എന്താണ്? സ്പെറിക്കൽ ഷെല്ലിന്റെ ഇന്നർ സ്പെറിക്കൽ ഷെല്ലിന്റെ റേഡിയസ് എന്താണ്? ക്യാപിറ്റൽ ആർ ആയത് കാരണം ക്യാപിറ്റൽ ആർ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എന്ന് എഴുതുന്നു. നമുക്ക് ആവശ്യം എന്താണ്? e മാത്രമാണ് നമുക്ക് ആവശ്യം. ബാക്കിയുള്ള ടേമിനെല്ലാം വേറെ സൈഡ് കൊണ്ടുപോവാം. therefore e equal to sigma 4 pi r square divided by താഴെ 4 pi small r square epsilon 0 എന്ന് വരും. കാരണം ഇവിടെ ഇൻറ്റു ആണ്. ഈക്വൽ ടു അപ്പർ സൈഡ് പോകുമ്പോൾ എന്താവും? ഡിവൈഡ് ആയി മാറും. e equal to sigma 4 pi r square divided by 4 pi r square epsilon 0 എന്ന് വരും. ക്ലിയർ അല്ലേ? 4 pi യും 4 pi യും ക്യാൻസൽ ആവാം. ബാക്കി എന്താ ഉള്ളത്? e equal to sigma r square divided by r square epsilon 0 എന്ന് വരും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ സ്പെറിക്കൽ ഷെൽ. അതിന് ഔട്ട്സൈഡ് വരുന്ന കണ്ടീഷനാണ് ഇത് നമ്മൾ ഡിറൈവ്. ഇതുവരെ മനസ്സിലായില്ലേ? ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അതിൽ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന സർഫേസ് ചാർജ് ഡെൻസിറ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ അത് വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്തത് നമ്മൾ ഇതേ സ്പെറിക്കൽ ഷെല്ലിന്റെ മറ്റൊരു കൈൻഡ് ഓഫ് അപ്ലിക്കേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഇൻസൈഡ് ദ സ്പെറിക്കൽ ഷെല്ലാണ് നമ്മൾ നോക്കിയത്. സോറി, ഔട്ട്സൈഡ് ദ സ്പെറിക്കൽ ഷെല്ലാണ് നമ്മൾ നോക്കിയത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസൈഡ് ദ സ്പെറിക്കൽ ഷെൽ. അതായത് നമ്മൾ ഒരു സ്പെറിക്കൽ ഷെൽ എടുത്തു. അതിനകത്താണ് നമ്മുടെ ചാർജ്, അതിനകത്താണ് നമ്മുടെ പോയിന്റ് പി നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, പി പറയുന്ന പോയിന്റ് നമ്മൾ അതിനകത്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. പുറത്തായത് കാരണം നമ്മൾ എന്ത് ചെയ്തു? ഗോസിയൻ സർഫേസ് പുറത്തെടുത്തു. ഉള്ളിലാണ് ആ പോയിന്റ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ എങ്ങനെ ചെയ്യാം? അത് വളരെ എളുപ്പമാണ്. നമ്മുടെ ഇക്വേഷൻസ് നമ്മൾ സിംപ്ലി ഞാൻ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. e dot ds equal to q by epsilon 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ds എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ds എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ആണോ? അല്ല, ഗോസിയൻ സർഫേസിന്റെ സർഫേസ് ഏരിയ ആണ്, അല്ലെ ഗോസിയൻ സർഫേസിന്റെ. സോ അത് അവിടെ നിൽക്കട്ടെ. q എന്ന് പറഞ്ഞാൽ എന്താണ്? q എന്ന് പറഞ്ഞാൽ ചാർജ് ആണ്. ഒരു ഷെല്ലിനകത്ത്, ഒരു സ്പെറിക്കൽ ഷെല്ലിനകത്ത് ചാർജ് ഒന്നും ഉണ്ടാവില്ല. q എന്ന് പറയുന്നത് 0 ആണ്. ഇൻസൈഡ് എ സ്പെറിക്കൽ ഷെൽ there is no electric charge. സോ q എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. q 0 ആയി വെച്ചാൽ ഈ റൈറ്റ് സൈഡ് എന്തായി? മൊത്തം 0 ആയി. therefore e dot ds equal to 0. e equal to എന്ത് വരും? 0 എന്ന് വരും. the electric field intensity inside a spherical shell will be equal to 0. ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയാ? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയാ. ദാറ്റ് മീൻസ് നമ്മൾ ഈ ലൈറ്റ്നിങ് സമയത്ത്, ഇടിവെട്ടുന്ന സമയത്ത് കാറിനകത്തിരിക്കുന്നത് സേഫ് ആണോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? അത് സേഫ് ആണ്. കാരണം എന്താണ്? ഇൻസൈഡ് എ സ്പെറിക്കൽ ഷെൽ there is no electric field intensity or there is no electric field inside a spherical shell. അത് കാരണം കാറിനകത്ത് ഇടിവെട്ടുന്ന സമയത്ത് കാറിനകത്ത് ഇരിക്കുന്നത് സേഫ് ആണ്. സോ അതിന് നമുക്ക് ഈ ഡെറിവേഷൻ വേണമെങ്കിൽ എഴുതി വെച്ചിട്ട് പറഞ്ഞു കൊടുക്കാം. ക്ലിയർ അല്ലേ? സോ സ്പെറിക്കൽ ഷെല്ലിന്റെ രണ്ട് ഡെറിവേഷൻ ഉണ്ട്. ഒന്ന് ഔട്ട്സൈഡും
ഒന്ന് ഇൻസൈഡിലും. രണ്ടും ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു ഡെറിവേഷൻ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കൂടി ഉണ്ട്. ദാറ്റ് ഈസ് പ്ലെയിൻ ഷീറ്റ്, ഇൻഫൈനൈറ്റ് ലോങ് പ്ലെയിൻ ഷീറ്റിന്റെ ഇതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കുക. പ്ലെയിൻ ഷീറ്റ് നമ്മൾ അസ്യൂം ചെയ്യാണ്. പ്ലെയിൻ ഷീറ്റ്. സോ ഞാൻ ഇവിടെ ഒരു പ്ലെയിൻ ഷീറ്റ് വരയ്ക്കുകയാണ്. ജസ്റ്റ് ഒരു ഷീറ്റ് പോലെ നിങ്ങൾ വിചാരിക്കാം. അതിന് ചാർജ് പോസിറ്റീവ് ആയിട്ട് എടുക്കുകയാണ്. ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള പ്ലെയിൻ ഷീറ്റ് എടുത്തു എന്ന് വയ്ക്കാം. പോയിന്റ് ഞാൻ ഇവിടെയാണ് പി എന്ന് പറയുന്ന പോയിന്റ് എടുത്തിരിക്കുന്നത്. സോ പി എൻക്ലോസ് ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് വരയ്ക്കണം? ഗോസിയൻ സർഫേസ് വരയ്ക്കണം. സോ ഗോസിയൻ സർഫേസ് ഞാൻ വരയ്ക്കുകയാണ്. ഇതാണ് ഞാൻ വരയ്ക്കുന്ന ഗോസിയൻ സർഫേസ്. ഇത് കുറച്ചുകൂടി വലുതാക്കി വരയ്ക്കുകയാണ്. സോ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഗോസിയൻ സർഫേസ്. ഒരു സിലിണ്ടറിക്കൽ രീതിയിൽ തന്നെയാണ് ഞാൻ ഗോസിയൻ സർഫേസ് എടുത്തിരിക്കുന്നത്. പി എന്ന് പറയുന്ന പോയിന്റ് എൻക്ലോസ് ചെയ്യുന്ന ഒരു ഗോസിയൻ സർഫേസ് ഒരു സിലിണ്ടറിക്കൽ ആയിട്ട് ഞാൻ വരച്ചു. വരയ്ക്കുന്നതിന് കുറച്ച് പരിമിതികളുണ്ട്, അത് മനസ്സിലാക്കുക. എന്നാൽ കൂടി ഇതാണ് ആ ഷീറ്റ് വരുന്ന രീതിയിൽ ഞാനൊരു ഗോസിയൻ സർഫേസ് അസ്യൂം ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻസിലോട്ട് കടക്കാം. നമ്മുടെ ഇക്വേഷൻസ് എന്തൊക്കെയാണ്? phi equal to q by epsilon 0യും phi equal to e dot ds ഉമാണ് നമ്മുടെ ഇക്വേഷൻസ്. ക്ലിയർ അല്ലേ? സോ രണ്ടിന്റെയും LHS സെയിം ആണ്. സോ RHS ഇക്വേറ്റ് ചെയ്യാം. E dot ds equal to q by epsilon 0. ഇതുവരെ ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ പറയുന്ന കേർവ്ഡ് ഫേസസ് ഉണ്ടല്ലോ, ഇങ്ങനെ കേർവ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഈ കേർവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇയും ഡിഎസും പെർപെൻഡിക്കുലർ ആണ്. ഇയും ഡിഎസും പെർപെൻഡിക്കുലർ ആണ്. therefore അവിടെ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതില്ല. ഇയും ഡിഎസും പെർപെൻഡിക്കുലർ ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ phi equal to e ds cos theta എന്നാണ് പറയാ. ഇ ഡി എസ് കോസ് തീറ്റ എന്നാണ് പറയാ. ഇ ഡി എസ് കോസ് തീറ്റ, തീറ്റ 90 ആവുമ്പോൾ ഫൈ എത്രയാവും? 0 ആവും. അതായത് ഫൈ ഈക്വൽ ടു ഇ ഡി എസ് കോസ് 90 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈക്വൽ ടു 0 ആണ്. കോസ് 90 0 ആണ്. സോ ഈ പറയുന്ന കേർവ്ഡ് സർഫേസിൽ ഒന്നും എന്തുണ്ടാവില്ല? ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാവില്ല. സോ നമുക്ക് ആ സർഫേസ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കേർവ്ഡ് സർഫേസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അത് ഞാൻ ഒഴിവാക്കുകയാണ്. അത് ഒഴിവാക്കി ഇക്വേഷൻ മാറ്റി എഴുതുകയാണ്. സോ നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ഈ രണ്ട് ഫേസസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. സോ ഇതിന്റെ ഏരിയനെ ഞാൻ എയും ഇതിന്റെ ഏരിയനെ എയും ആയിട്ട് എടുത്തു. അപ്പൊ ടോട്ടൽ ഏരിയ എന്ത് വരും? ഈക്വൽ ടു എ പ്ലസ് എ ഈക്വൽ ടു 2a ആണ് നമ്മുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ടോട്ടൽ ഏരിയ 2a വന്ന രണ്ടിനെയും എ ആയിട്ട് എടുത്തപ്പോൾ അപ്പൊ ഡി എസ് എത്ര എടുക്കാം? 2a ആയിട്ട് എടുക്കാം. സോ ഇ ഡോട്ട് 2a ഈക്വൽ ടു q ബൈ എപ്സിലോൺ 0. നമ്മൾ ഇവിടെയും സർഫേസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ തന്നെയാണ് എടുക്കുന്നത്. സിഗ്മ ഈക്വൽ ടു ഇക്വേഷൻ q ബൈ a where q equal to sigma a. q equal to sigma a. a നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്തു. അപ്പൊ q equal to sigma a എന്ന് നമുക്ക് കിട്ടി. സോ q ക്ക് വരെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിഗ്മ a ബൈ എപ്സിലോൺ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? നമുക്ക് ആവശ്യം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E മാത്രമല്ലേ? E നെ മാത്രം അവിടെ നിർത്താം. E equal to sigma a divided by 2a epsilon 0 എന്ന് വരും. 2a epsilon 0 ഇത് താഴേക്ക് പോകും. a യും a യും ക്യാൻസൽ ചെയ്യില്ലേ? അപ്പൊ എന്ത് വരും? E equal to സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഫൈനൽ ഇക്വേഷൻ ആണ്. ഇത് ബേസ് ചെയ്ത പ്രോബ്ലംസും ചോദിക്കാം, ഇത് ഡിറൈവ് ചെയ്യാനും ചോദിക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ഫോക്കസ് പോയിന്റ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നിങ്ങൾ പഠിക്കേണ്ട ഗോസ് തിയറവും അതിന്റെ 4 അപ്ലിക്കേഷൻസും ആണ്. ഇതായിരിക്കും, ഇതാവാം കൂടുതലായിട്ട് പരീക്ഷകൾ ചോദിക്കാൻ. സോ ഇത് വൃത്തിയായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തന്നെ പഠിക്കാം. നമുക്ക് ഫോക്കസ് പോയിന്റ് ബേസ് ചെയ്ത നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് കിടക്കാം. സെക്കൻഡ് ചാപ്റ്റർ ഫിസിക്സിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇത് വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. വളരെ കുറച്ച് കൺസെപ്റ്റ് മാത്രമേ നമ്മൾ ഇതിനകത്ത് പഠിക്കാനുള്ളൂ. സോ ആദ്യം നമുക്ക് എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ? നമ്മൾ ഈ വാക്ക് വളരെ കൂടുതലായിട്ട് കേട്ടിട്ടുണ്ട്. പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? സിമ്പിൾ ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ജസ്റ്റ് ഒരു ഇലക്ട്രിക് ചാർജ് കൺസിഡർ ചെയ്യാം. Q എന്ന് പറയുന്ന ഇലക്ട്രിക് ചാർജ് കൺസിഡർ ചെയ്യാം. സോ ഇത് അതിൻ്റെതായ ഇലക്ട്രിക് ഫീൽഡാണ്. സോ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിനെ അല്ലെങ്കിൽ ഒരു ചാർജിനെ, ഒരു ടെസ്റ്റ് പോസിറ്റീവ് ചാർജിനെ എടുത്തോ. ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു ടെസ്റ്റ് പോസിറ്റീവ് ചാർജിനെ ഈ ഒരു ഫീൽഡിലുള്ള ഒരു പോയിന്റിലോട്ട് കൊണ്ടുവരാൻ നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു? ഒന്നുകൂടി പറഞ്ഞുതരാം. It is the amount of work done to bring a unit positive charge from infinity to a particular charge point in an electric field. ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു പെർട്ടിക്കുലർ പോയിന്റിലോട്ട് ഒരു ചാർജിനെ കൊണ്ടുവരാൻ നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്നതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുക. സോ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ to bring a unit positive charge from infinity to a particular point in a electric field. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ. അടുത്ത സപ്പോസ് നിങ്ങൾ എന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും. അതായത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് ഈ പറയുന്ന ചാർജിനെ മൂവ് ചെയ്യാൻ, ഇലക്ട്രിക് ഫീൽഡിനകത്തുള്ള ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് ഒരു ചാർജിനെ മൂവ് ചെയ്യാൻ നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്നതാണ് ഈ രണ്ട് പോയിന്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാം.
ക്ലിയർ ആവുന്നുണ്ടോ? സോ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് നമ്മൾ ഒരു ചാർജിനെ മൂവ് ചെയ്യാൻ നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു, അതാണ് നമ്മൾ ഈ ഒരു രണ്ട് ചാർജസ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാ. നോർമലി എന്താണ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പെർട്ടിക്കുലർ പോയിന്റ് അറ്റ് ദ ഇലക്ട്രിക്കൽ ഫീൽഡ്. ഇത് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ടേം. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജ് മൂലം ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഡെറിവേഷൻ പോലെ തന്നെ നിങ്ങളുടെ ഫോക്കസ് പോയിന്റിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ വൃത്തിയായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് തന്നെ പഠിക്കാം. സോ ആദ്യം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ആദ്യം മനസ്സിലാക്കി വെക്കുക. V equal to minus infinity to P E dot dx. V equal to minus ഉണ്ട്. V equal to minus infinity to P E dot dx. V എന്ന് പറഞ്ഞാലാണ് നമ്മുടെ പൊട്ടൻഷ്യൽ. നമ്മൾ വോൾട്ടേജിന്റെ ഒക്കെ V എന്നല്ല കൊടുക്കുക. സോ പൊട്ടൻഷ്യലിനെ V എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇൻഫിനിറ്റി ടു P, ഇൻഫിനിറ്റിയിൽ നിന്ന് P എന്ന് പറയുന്ന പോയിന്റിലോട്ടാണല്ലോ നമ്മൾ കൊണ്ടുവരുന്നത്. E means the electric field. അവിടെ നമ്മൾ എക്സിസ്റ്റിംഗ് ഇലക്ട്രിക് ഫീൽഡിനെതിരെയാണ് നമ്മൾ ചാർജ് കൊണ്ടുവരുന്നത്. ഞാനിപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്താൽ അതിനെതിരെ നമ്മളൊരു വർക്ക് ചെയ്യുകയാണ്. സോ അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വന്നിരിക്കുന്നത്. വി ആർ ഡൂയിങ് ദ വർക്ക് എഗൈൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ്. ദാറ്റ്സ് വൈ വി ആർ പുട്ടിംഗ് നെഗറ്റീവ് സൈൻ. dx എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന മൂവ്മെന്റ്, ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ dx ഉപയോഗിച്ചിട്ട് സൂചിപ്പിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഡെറിവേഷനിലോട്ട് കടക്കാം. ഡെറിവേഷനിനകത്ത് ഒരു പോയിന്റ് ചാർജ് Q അല്ലെങ്കിൽ ഒരു ചാർജ് Q എന്നെടുക്കാം. ഇവിടെ ഒരു പോയിന്റ് P എന്നെടുത്തു. ക്യൂവും പിയും തമ്മിൽ ഡിസ്റ്റൻസ് R0 ആണ്. ക്യൂവും പിയും തമ്മിൽ ഡിസ്റ്റൻസ് എത്രയാണ്? R0 ആണ്. നമ്മൾ P എന്ന് പറയുന്ന ഈ പോയിന്റിലോട്ടാണ് ഇൻഫിനിറ്റിയിൽ നിന്ന് മറ്റൊരു ചാർജിനെ കൊണ്ടുവരാൻ പോകുന്നത്. P എന്ന് പറയുന്ന പോയിന്റിലോട്ടാണ് ഇൻഫിനിറ്റിയിൽ നിന്ന് മറ്റൊരു ചാർജിനെ കൊണ്ടുവരാൻ പോകുന്നത്. എന്താണ് ഇവിടെ കാര്യം വെച്ചാൽ ഈ പറയുന്ന മുഴുവൻ റീജിയനും ഈ ക്യൂവിന്റെ ഇലക്ട്രിക്കൽ ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിലാണുള്ളത്. Q എന്ന് പറയുന്ന ഇലക്ട്രിക് ചാർജിന്റെ ഇൻഫ്ലുവൻസിലുള്ള റീജിയണിലോട്ടാണ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ചാർജിനെ കൊണ്ടുവരാൻ പോകുന്നത്. സോ നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാലോ, മൈനസ് ഇ ഡോട്ട് ഡി എക്സ്. ക്ലിയർ? സോ വി ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു പി. ഇ എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വേഷൻ? 1 divided by 4 pi epsilon 0 Q by R square. Q by R square. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റിന്റെ ഇക്വേഷൻ. 1 divided by 4 pi epsilon 0 Q by R square. ക്ലിയർ അല്ലേ? ഇവിടെ P എന്ന് പറയുന്ന ടേമിന് പകരം നമുക്ക് എന്ത് ഇൻക്ലൂഡ് ചെയ്യാം? P എത്ര ഡിസ്റ്റൻസിലാണ്? R0 എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ്. സോ ഇൻഫിനിറ്റി ടു R0 എന്ന് നമുക്ക് കൊടുക്കാം. ഇൻഫിനിറ്റി ടു R0 1 by 4 pi epsilon 0 Q by R square. ക്ലിയർ അല്ലേ? dx ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ഡിസ്റ്റൻസ് എക്സിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് dx എന്ന് എഴുതാം. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് ഏതിന്റെ ടേമിലാണ് എടുത്തിരിക്കുന്നത്? r-ന്റെ ടേമിലാണ് എടുത്തിരിക്കുന്നത്. സോ ഇൻറ്റു dr എന്ന് എഴുതി. ക്ലിയർ അല്ലേ? സോ ഈ പറയുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമ്മളൊന്ന് മോഡിഫൈ ചെയ്തു. ഇൻഫിനിറ്റി ടു R0 1 by 4 pi epsilon 0 Q by R square dr. ക്ലിയർ അല്ലേ? മനസ്സിലായി വിചാരിക്കുന്നു. ഇതിലുള്ള കോൺസ്റ്റൻസ് എല്ലാം നമ്മൾ എടുത്ത് പുറത്തുകയാണ്. സോ ഈക്വൽ ടു മൈനസ് Q by 4 pi epsilon 0. ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്. 1 by R square dr. ലിമിറ്റ് എത്രയാണ്? ഇൻഫിനിറ്റി ടു R0. ക്ലിയർ അല്ലേ? സോ Q by 4 pi epsilon 0 എന്ന് പറയുന്ന ടേം കോൺസ്റ്റന്റ് ആണ്. അതിനെ പുറത്തെടുത്തു. ബാക്കി ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1 by R square dr മാത്രമാണ്. സോ അത് നമ്മൾ അതിനകത്ത് തന്നെ വെച്ചു. ക്ലിയർ? ദെൻ നമ്മൾ ഇന്റഗ്രേഷൻ എങ്ങനെയാണ് ഇന്റഗ്രേഷൻ ചെയ്യുക? 1 by x square ഇന്റഗ്രേഷൻ. 1 by x square നമുക്ക് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? അതിന് ആൻസർ എന്ന് വെച്ചാൽ മൈനസ് 1 by x ആണ്. ഇത് എങ്ങനെ വന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം. അത് വൃത്തിയായിട്ട് പറഞ്ഞുതരാം. എങ്ങനെയാണ് ഇന്റഗ്രേഷന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഇവിടെ 1 by R square ആണ്. ഇതിനെ ഇന്റഗ്രേഷൻ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഈ R square ന്യൂമറേറ്റർ കൊണ്ടുവരുന്നത് വരും R power of -2 എന്ന് വരും. R power of -2 എന്ന് വരില്ലേ? ഇത് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? ഇന്റഗ്രൽ ഓഫ് R power of -2 അല്ലെങ്കിൽ അവിടെ ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ R power of -2 plus 1 divided by -2 plus 1 ആണ്. R power of -2 plus 1 divided by -2 plus 1. അപ്പോൾ എന്ത് വരും? R power of -1 divided by -1 equal to -1 by R എന്ന് വരും. equal to -1 by R. ഇതാണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്റഗ്രൽ ഓഫ് 1 by R square -1 by R എന്ന് എഴുതാം. പക്ഷെ അത് എങ്ങനെയാ വന്നതെന്നാണ് ഞാൻ അവിടെ കാണിച്ചു തന്നത്. ഇന്റഗ്രൽ ഓഫ് R square നമുക്ക് എങ്ങനെ 1 by R square R മോളിക്ക് എടുക്കാം. അപ്പോൾ R power of -2 എന്ന് വരും. Then ഇതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് എന്ന് വെച്ചാൽ R power of -2 plus 1 divided by -2 plus 1. ഇതാണ് അതിന്റെ ഫോർമാറ്റ്. ഈ ഫോർമാറ്റിൽ തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ -1 by R വരും. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ -1 by R എന്ന് എഴുതാം. അതർവൈസ് ഇങ്ങനെ സോൾവ് ചെയ്തിട്ടാണെങ്കിലും -1 by R എന്ന് എഴുതാം. ഇന്റഗ്രേഷൻ മാത്സിൽ പഠിച്ചവർക്ക് ഇത് വളരെ എളുപ്പമായിരിക്കും. അല്ലാത്തവർക്ക് ഇത് കുറച്ച് കോംപ്ലിക്കേഷൻ ആയി. ക്ലിയർ? സോ നമുക്ക് ഈ സാധനം ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? -1 by R എന്ന് കിട്ടും. Therefore Q by 4 pi epsilon 0 ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞു. സോ -1 by R ലിമിറ്റ് എന്താണ്?
ഇൻഫിനിറ്റി ടു ആർ നോട്ട്, ലിമിറ്റ് ഇൻഫിനിറ്റി ടു ആർ നോട്ട്. ഇതുവരെ ഓക്കെ അല്ലേ? സോ ഞാൻ ഈ ഡയഗ്രാം വായിക്കുകയാണ്, ബാക്കിയുള്ള ഡെറിവേഷൻ നമുക്ക് ഇവിടെ ചെയ്യും. ക്ലിയർ? സോ മൈനസും എന്തായി? പോസിറ്റീവ് ആയി. സോ മൈനസ് സൈൻ ഒഴിവാക്കിയിട്ട് പോസിറ്റീവ് സൈൻ തന്നെ ഇടാം. ബി ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ 4πε0. ആദ്യം നമ്മൾ ഇന്റഗ്രേഷനിൽ ഏത് ലിമിറ്റ് അപ്ലൈ ചെയ്യുക? അപ്പർ ലിമിറ്റ് ആണ് അപ്ലൈ ചെയ്യുക. 1/r അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് എന്ത് വരും? 1/r0 എന്ന് വരും. ആറിന് പകരം അപ്പർ ലിമിറ്റ് r0 അല്ലേ? സോ 1/r0 എന്ന് വരും. മൈനസ് ലോവർ ലിമിറ്റ് എന്താണ്? ഇൻഫിനിറ്റി. സോ 1/∞. 1/∞ എത്രയാണ്? 1/∞ ഈസ് 0. 1/∞ 0 ആണ്. സോ ആ ടേം നമുക്ക് മൈനസ് കളയാം, ഒഴിവാക്കാം. കാരണം ഇവിടെ നെഗറ്റീവ് സൈൻ ആയത് കാരണം 1/∞ നമുക്ക് ഒഴിവാക്കാം. ബാക്കിയുള്ള ടേം മാത്രം എഴുതാലോ. v ഈക്വൽ ടു q/4πε0 1/r0 എന്ന് വരും. v ഈക്വൽ ടു q/4πε0 1/r0 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇതാണ് ഒരു പോയിന്റ് ചാർജ് മൂലം ഉണ്ടാവുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ q/4πε0 1/r0. അതർവൈസ് v ഈക്വൽ ടു 1/4πε0 q/r0 എന്ന് എഴുതിയാലും ശരിയാണ്. കാരണം ക്യൂവിനെ അപ്പുറത്തും എഴുതാം ഇപ്പുറത്തും എഴുതാം. ക്ലിയർ അല്ലേ? സോ ഈ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ഫോക്കസ് പോയിന്റിലുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ എന്ന രീതിയിൽ തന്നെ നമുക്കിത് പറയാം. ക്ലിയർ അല്ലേ? ഇതാണ് ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ. ഇനി അടുത്ത മൂന്നാമത്തെ നമ്മൾ ടോപ്പിക്കിലോട്ട് കടക്കാൻ പോകുന്നത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. സോ കപ്പാസിറ്റർ ഒക്കെ നിങ്ങൾക്ക് അറിയാം. കപ്പാസിറ്ററിന്റെ പർപ്പസ് എന്താണ്? ചാർജ് സ്റ്റോർ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് കപ്പാസിറ്റർ എന്ന് പറയുക. സോ നമ്മൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ നമ്മൾ ആദ്യം പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് എടുത്തു. പോസിറ്റീവ്ലി ചാർജ് ആയിട്ട് ഒരു പ്ലേറ്റ് നമ്മൾ എടുക്കുകയാണ്. ഇതൊരു പോസിറ്റീവ്ലി ചാർജ് ഒരു പ്ലേറ്റ് ആണ്. സോ ഇതിനകത്ത് നമ്മളൊരു ന്യൂട്രൽ ആയിട്ട് ഒരു പ്ലേറ്റ് കൊണ്ടുവന്ന് വെക്കുകയാണ്. ഈ പോസിറ്റീവ്ലി ചാർജ് ഒരു പ്ലേറ്റ് എന്റെ അടുത്ത് ബി എന്ന് പറയുന്ന ഒരു ന്യൂട്രൽ പ്ലേറ്റ് കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അക്കോർഡിംഗ് ടു ഇൻഡക്ഷൻ ആണോ കണ്ടക്ഷൻ ആണോ? അക്കോർഡിംഗ് ടു ഇൻഡക്ഷൻ ഇവിടെ ഓപ്പോസിറ്റ് ചാർജ് ഈ ഫേസിലും സെയിം ചാർജ് ഇപ്പുറത്തെ ഫേസിലും ഇൻഡ്യൂസ് ചെയ്യും. ഓപ്പോസിറ്റ് ചാർജ് അതിന്റെ സെയിം ഫേസിലും ഓപ്പോസിറ്റ് ഫേസിലും അതിന് വേറെ ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. അക്കോർഡിംഗ് ടു ഇൻഡക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചൊരു കൺസെപ്റ്റ് ആയിരിക്കും. ക്ലിയർ? സോ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചാർജും പൊട്ടൻഷ്യലും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ചാർജും പൊട്ടൻഷ്യലും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ചാർജ് കൂടുന്തോറും ഒരു കണ്ടക്ടറിന്റെ പൊട്ടൻഷ്യൽ കൂടുന്നു. ചാർജ് കൂടുന്തോറും പൊട്ടൻഷ്യൽ കൂടുന്നു, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കൂടുന്തോറും ചാർജ് കൂടുന്നു. സോ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. Q equal to CV. Q is directly proportional to V, where Q equal to CV, where C is the capacitance. C എന്ന് പറയുന്നതാണ് നമ്മുടെ capacitance എന്ന് പറയുക. C ആണ് capacitance. So C നെ നമുക്ക് എഴുതാം C equal to Q by V എന്ന് എഴുതാം. C equal to Q by V. ഒന്നുകൂടി പറഞ്ഞുതരാം. Q is directly proportional to V. Proportionality മാറ്റാൻ വേണ്ടി നമ്മൾ കോൺസ്റ്റന്റ് കൊണ്ടുവരുന്നു C. So Q equal to CV, C equal to Q by V. ക്ലിയർ അല്ലേ? സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ C എന്ന് പറയുന്നതാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് ആണ് ഫാരഡ്. Farad is the unit of capacitance. Farad is the unit of capacitance. So ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടേംസിനെ ബേസ് ചെയ്ത് നമ്മൾ ഡെറിവേഷൻ ചെയ്യാൻ പോകുന്നത്. സോ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡെറിവേഷനിലോട്ട് കടക്കാം. സോ ഈ രണ്ട് പ്ലേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് D എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് രണ്ട് പ്ലേറ്റും ഇരിക്കുന്നത് വെക്കാം. ക്ലിയർ? സോ നമുക്ക് നമ്മുടെ അറിയാവുന്ന ഇക്വേഷൻ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E ഈക്വൽ ടു V ബൈ D ആണ്. ഇത് നിങ്ങൾക്ക് അറിയണം. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E ഈക്വൽ ടു V by D. Electric field intensity E equal to V by D. Equation number 1. D എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ, D എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. D എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. സോ നമുക്ക് ഇനി എന്ത് ചെയ്യാം? V equal to ED എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തു ഞാൻ. V equal to ED എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് രണ്ടും പ്ലേറ്റുകളാണ്. ഇൻഫൈനൈറ്റ് ലോങ് പ്ലെയിൻ ഷീറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലോ, അറിയാലോ. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ്? സിഗ്മ ബൈ എപ്സിലോൺ 0. V equal to sigma by epsilon 0 into D എന്ന് എഴുതാലോ. V equal to sigma by epsilon 0 into D എന്ന് എഴുതാലോ. എങ്ങനെയാണ്? നമ്മൾ ഇൻഫൈനൈറ്റ് ലോങ് പ്ലെയിൻ ഷീറ്റിലെ E equal to sigma by epsilon 0 കഴിഞ്ഞ ഡെറിവേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചായിരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? Q by A ആണ്. സിഗ്മ ഈക്വൽ ടു Q by A. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഗെയിൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിഗ്മയ്ക്ക് പകരം Q by A എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ ക്യാപിറ്റൽ Q ആയിട്ട് എടുക്കാം കേട്ടോ. ക്യാപിറ്റൽ Q ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. Sigma equal to Q by A substitute ചെയ്യാണ്. So clear? So V equal to capital Q by A divided by epsilon 0 into D എന്ന് വരും. Capital Q by A epsilon 0 into D എന്ന് വരും. Clear അല്ലേ? So ഇതിന് നമ്മൾ മാറ്റുമ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും? QD divided by A epsilon 0 എന്ന് വരും. V equal to
V equal to QD divided by A epsilon 0 എന്ന് വരും. ഒന്നുമില്ല, ജസ്റ്റ് ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ തന്നെയാണല്ലോ നമുക്ക് ബൈ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല ചെയ്യാം. സോ QD divided by A epsilon 0 എന്ന് വരും. V equal to QD divided by A epsilon 0. ഇതുവരെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ മാറ്റിട്ട് ബാക്കി എഴുതാൻ പോവാണേ. സോ റെസ്റ്റ് ഓഫ് ദ ഡെറിവേഷനിലോട്ട് കിടക്കുകയാണ്. ഞാൻ ഓൾറെഡി ഒരു ഇക്വേഷൻ പറഞ്ഞു, C equal to Q by V ആണ്. C equal to Q by V ആണ്. സോ നമ്മൾ ക്യാപിറ്റൽ Q കൺസിഡർ ചെയ്യാം. C equal to capital Q by V ആണ്. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. C equal to capital Q by V ക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. എന്താണ്? QD divided by A epsilon 0. QD divided by A epsilon 0. ഇത് നമ്മൾ ന്യൂമറേറ്ററിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം എന്ത് വരും? C equal to QA epsilon 0 divided by D. QD എന്ന് വരും. QA epsilon 0 divided by QD എന്ന് വരും. Q cancel ചെയ്യാലോ. Q നമ്മൾ സിംപ്ലി ക്യാൻസൽ ചെയ്തു. Therefore C equal to A epsilon 0 divided by D എന്ന് വരും. Therefore C equal to A epsilon 0 divided by D എന്ന് വരും. ഇതാണ് നമ്മുടെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ. കപ്പാസിറ്റൻസ് equal to A epsilon 0 divided by D എന്ന് വരും. C equal to A epsilon 0 divided by D എന്ന് വരും. Then ഇനി ഇത് കൂടാതെ നമ്മൾ ഒരു ടേം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ കപ്പാസിറ്റർ പ്ലേറ്റ്സിന്റെ അടിയിൽ നമ്മൾ ഒരു ഇൻസുലേറ്റർ ആണ് വെച്ചിരിക്കുന്നത്. സപ്പോസ് അതിനൊരു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഉണ്ടാവും. ഡൈഇലക്ട്രിക് വെച്ചാൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഉണ്ടാവും. സോ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിനെ K എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K. സോ നമുക്ക് അത് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാലോ. C equal to Ka epsilon 0 divided by D എന്നാവും. കപ്പാസിറ്റർ ഇക്വേഷൻ ഒന്നുകൂടി മോഡിഫൈ ചെയ്യും. C equal to Ka epsilon 0 divided by D ആണ്. ചോദിക്കാം, K എന്ന് പറഞ്ഞാൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്, A എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്, epsilon 0 എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ആണ്, D എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പ്ലേറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ D എന്ന് പറയാ. ഇത് ബേസ് ചെയ്ത പ്രോബ്ലംസ് ചോദിക്കാം, ഇത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കപ്പാസിറ്റൻസ് ആൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പ്ലേറ്റ്സ്? വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്സ് ആൻഡ് ദ കപ്പാസിറ്റൻസ്? ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? സോ ഈ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൃത്തിയായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തന്നെ പഠിക്കാം. നമുക്ക് നമ്മുടെ അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. അടുത്ത ടോപ്പിക്കാണ് കപ്പാസിറ്റേഴ്സിന്റെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അറേഞ്ച്മെന്റ്. സോ കപ്പാസിറ്റർ രണ്ട് രീതിയിൽ അറേഞ്ച് ചെയ്യാം. റെസിസ്റ്ററും ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അറേഞ്ച്മെന്റ് എങ്ങനെയൊക്കെയാണ്? സീരീസ് അറേഞ്ച്മെന്റും പാരലൽ അറേഞ്ച്മെന്റും. സെയിം വേ കപ്പാസിറ്റേഴ്സും രണ്ട് രീതിയിൽ അറേഞ്ച് ചെയ്യാം, സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും. അത് നമ്മൾ സീരീസ് അറേഞ്ച്മെന്റ് നോക്കാം. സോ കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്താൽ ഇത് C1, C2, C3 എന്ന് പറയുന്ന കപ്പാസിറ്റർ ആണ്. ഇതിനകത്ത് നമുക്ക് 3 പാരാമീറ്റേഴ്സേ നോക്കാനുള്ളൂ. ഒന്ന് എന്ന് പറയുന്ന കപ്പാസിറ്റൻസ്, 2 എന്ന് പറയുന്നത് ചാർജ്, 3 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ. ഓക്കെ, 3 പാരാമീറ്റേഴ്സ് ഉള്ളൂ: കപ്പാസിറ്റൻസ്, ചാർജ്, പൊട്ടൻഷ്യൽ. ഈ 3ന്റെ ബേസിസിൽ എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഓവറോൾ കപ്പാസിറ്റൻസ് സീരീസ് കണക്ഷനിൽ കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലിയർ? സോ സീരീസ് കണക്ഷന്റെ പ്രത്യേകത എന്താണ്? കറണ്ട് സെയിം ആണ്. കറണ്ട് മീൻസ് ഇവിടെ കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യുക. കാരണം എന്താണ്? I equal to dq by dt അല്ലേ? കറണ്ട് ഈക്വൽ ടു റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് എന്നല്ല പറയാം. സോ നിങ്ങൾ കറണ്ടിനെ ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഇവിടെ എന്താണ് കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവുക? കറണ്ട് ആണ് കോൺസ്റ്റന്റ്. സോ അതിനെ ചാർജ് കോൺസ്റ്റന്റ് എന്ന് തന്നെ വിചാരിക്കാം. ക്ലിയർ? സോ ഇവിടെ വേരിയിങ് പാരാമീറ്റർ അതാണ്. പൊട്ടൻഷ്യൽ ആണ് ഇവിടെ വേരിയിങ് പാരാമീറ്റർ. നമ്മൾ എപ്പോഴും ഡെറിവേഷൻ തുടങ്ങുമ്പോൾ വേരിയിങ് പാരാമീറ്റർ നിന്നാണ് തുടങ്ങേണ്ടത്. വേരിയിങ് പാരാമീറ്റർ നിന്നാണ് നമ്മൾ ഡെറിവേഷൻ തുടങ്ങേണ്ടത്. സോ V അഥവാ പൊട്ടൻഷ്യൽ ഈക്വൽ ടു ഇൻഡിവിജ്വലിന്റെ സം ആണ് V1 plus V2 plus V3. ഓവറോൾ പൊട്ടൻഷ്യൽ ഈക്വൽ ടു ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യലിന്റെ സം ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. ഇനി നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്താണ്? Q directly proportional to V. Q equal to CV. Q equal to CV. So V ക്ക് നമുക്ക് എങ്ങനെ എഴുതാം? V equal to Q by C. V equal to Q by C എന്ന് റെപ്രസെന്റ് ചെയ്യാലോ. V ക്ക് പകരം ഇത് V ആണ്. V ക്ക് പകരം നമുക്ക് എന്ത് റെപ്രസെന്റ് ചെയ്യാം? Q by C എന്ന് എഴുതാം. സോ V1 ന് പകരം V ക്ക് പകരം Q by C എന്ന് എഴുതാണ്. Q by C. V1 ന് പകരം എന്ത് എഴുതാം? Q by C1. V2 ന് പകരം Q by C2. V3 ക്ക് പകരം Q by C3. ഇവിടെ എന്തുകൊണ്ടാണ് എല്ലാത്തിലും Q എന്ന് എഴുതിയെന്ന് വെച്ചാൽ Q കോൺസ്റ്റന്റ് ആണ്, ചാർജ് കോൺസ്റ്റന്റ് ആണ്. സീരീസ് കണക്ഷനിൽ ചാർജ് കോൺസ്റ്റന്റ് ആണ്. എല്ലാവരും അറിഞ്ഞു വെക്കുക. ക്ലിയർ അല്ലേ? സോ Q നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. Q by C equal to Q into 1 by C1 plus 1 by C2 plus 1 by C3. ക്ലിയർ അല്ലേ? സോ Qയും Qയും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. സോ ബാക്കി എന്താ ഉള്ളത്? 1 by C equal to 1 by C1 plus 1 by C2 plus 1 by C3. ഇതാണ് സീരീസ് കണക്ഷനിലുള്ള ഓവറോൾ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലംസിനകത്ത് ചോദിക്കാറുണ്ട്. സോ വൃത്തിയായിട്ട് തന്നെ പഠിക്കാം. പിന്നെ ഒരു കാര്യം, സപ്പോസ് നിങ്ങൾ പ്രോബ്ലം ചെയ്യാണെന്ന് വെക്കുക. പ്രോബ്ലം ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്
1/2 ആണെന്ന് വെക്കുക. 1/c എന്ന് പറയുന്ന ഫൈനൽ ആൻസർ 1/2 ആണെന്ന് വെക്കുക. ഒരിക്കലും ഇവിടെ നിർത്തരുത്, കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന 1/c ആണ് 1/2, c ഈക്വൽ ടു 2 ആയിരിക്കും, 2 ഫാരഡ് ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. പക്ഷെ കണ്ടുപിടിക്കേണ്ടത് ഈ മെത്തേഡിലാണ്. പക്ഷെ 1/c അല്ല നമ്മുടെ ഫൈനൽ ആൻസർ, നമ്മുടെ ഫൈനൽ ആൻസർ c ആണ്. സോ ഇതിന്റെ റെസിപ്രോക്കൽ കണ്ടുപിടിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് കണക്ഷൻ. നെക്സ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ കണക്ഷൻ. പാരലൽ കണക്ഷൻ ആയിരിക്കുന്ന സമയത്ത് കപ്പാസിറ്റൻസിന്റെ വാല്യൂ എങ്ങനെയാണ്, ഓവറോൾ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് പാരലൽ കപ്പാസിറ്റൻസ്? പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിന് താഴെ മറ്റൊന്ന് കണക്ട് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, പാരലൽ എന്ന് പറയാം. ഒന്നിന് താഴെ മറ്റൊന്ന്. സോ ഇതിനെ C1 C2 C3 ആയിട്ട് നമ്മൾ എടുക്കാം. മനസ്സിലാവുന്നില്ല? ഒന്നിന് താഴെ മറ്റൊന്ന് കണക്ട് ചെയ്തതിന് നമ്മൾ എന്ത് പറയാ, പാരലൽ കണക്ഷൻ എന്ന് പറയാം. സോ പാരലൽ കണക്ഷനിൽ ഏതായിരിക്കും കോൺസ്റ്റന്റ്? സീരീസ് കണക്ഷനിൽ ചാർജ് കോൺസ്റ്റന്റ് ആണ്, പാരലൽ കണക്ഷനിൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണ്. പാരലൽ കണക്ഷനിൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണ്. വേരിയിങ് പാരാമീറ്റർ എന്ന് പറയുന്നത് ചാർജ് ആണ്. ചാർജ് ആണ് വേരിയിങ് പാരാമീറ്റർ. ചാർജ് ആണ് വേരിയിങ് പാരാമീറ്റർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഓവറോൾ ചാർജ് Q ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3 എന്ന് എഴുതാം. ക്ലിയർ ആവുന്നതാ? വേരിയിങ് പാരാമീറ്റർ എന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. therefore ചാർജ് Q ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3 എന്ന് എഴുതാം. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? Q ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q ഈക്വൽ ടു CV ആണ്. സോ നമുക്ക് Q ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. CV എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q ക്ക് CV എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. CV1 എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട്. C1B എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട്. കാരണം ഇവിടെ എന്താ കോൺസ്റ്റന്റ്? V കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് V1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അടുത്തത് C2V, അടുത്തത് C3V എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടോ? V കോൺസ്റ്റന്റ് ആണ്. V ക്ക് 1 2 3 എന്ന് നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. ഇത് ഏത് കോമൺ ആയിട്ട് പുറത്തെടുക്കാം? V കോമൺ ആയിട്ട് പുറത്തെടുക്കാം. CV ഈക്വൽ ടു V ഇൻറ്റു C1 പ്ലസ് C2 പ്ലസ് C3 എന്ന് എഴുതാം. Vയും ക്യാൻസൽ ചെയ്യാലോ. Vയും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തുള്ളത്? C ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3. C ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3. ഇതാണ് പാരലൽ കണക്ഷനിലുള്ള ഓവറോൾ കപ്പാസിറ്റൻസിന്റെ വാല്യൂ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. സീരീസ് കണക്ഷൻ പോലെ 1/, എന്ന രീതിയിലല്ല, ഡയറക്റ്റ് ആയിട്ട് ആഡപ്പ് ചെയ്താൽ മതി. ക്ലിയർ ആവുന്നില്ല? ഇത് ബേസ് ചെയ്ത പ്രോബ്ലംസ് ഡെറിവേഷനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് നിങ്ങളുടെ ഫോക്കസ് പോയിന്റിലുള്ള വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ സീരീസും പാരലലും കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പാരലൽ കണക്ഷനിൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണ്, സീരീസ് കണക്ഷനിൽ ചാർജ് കോൺസ്റ്റന്റ് ആണ്. പാരലൽ കണക്ഷനിൽ ചാർജ് വേരി ചെയ്യും, സീരീസ് കണക്ഷനിൽ പൊട്ടൻഷ്യൽ വേരി ചെയ്യും. ക്ലിയർ ആവുന്നില്ല? അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെറൈവ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ഡെറിവേഷൻ നോക്കാം, അല്ലെങ്കിൽ അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് നോക്കാം. അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് കപ്പാസിറ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് അത്. അതായത് എനർജി ഓഫ് ദ കപ്പാസിറ്റർ. എനർജി, കപ്പാസിറ്ററിന്റെ എനർജിയാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. സോ എനർജി ഡിറൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. dW ഈക്വൽ ടു VdQ. dW ഈക്വൽ ടു VdQ. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഡെറിവേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് അവിടെ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ആ ചാർജിനെ നിലനിർത്തുക, ആ ഇലക്ട്രിക് ഫീൽഡിൽ നിർത്തുക. സോ അതുകൊണ്ടാണ് VdQ. ആ പൊട്ടൻഷ്യലിന്റെയും ചാർജിന്റെയും പ്രോഡക്റ്റ് ആണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? സോ നമുക്ക് ആവശ്യം എന്താണ്? W ആണ്. dW അല്ല നമുക്ക് ആവശ്യം, W ആണ്. സോ വി ഹാവ് ടു ഇന്റഗ്രേറ്റ്. സോ ഇന്റഗ്രേഷൻ ഓഫ് dW ഈക്വൽ ടു ഇന്റഗ്രേഷൻ ഓഫ് VdQ എന്ന് എഴുതാം. സോ V എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ Q ഈക്വൽ ടു CV ആണ്, V ഈക്വൽ ടു Q/C ആണ്. V ഈക്വൽ ടു Q/C അല്ലേ? അക്കോർഡിംഗ് ടു കപ്പാസിറ്റൻസ് നമ്മൾ പഠിച്ചു. V ഈക്വൽ ടു Q/C ആണ്. V ക്ക് വരെ നമുക്ക് Q/C സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. therefore ഈക്വൽ ടു Q/C dQ എന്ന് വരും. Q/C dQ എന്ന് വരും. ഇതിൽ കോൺസ്റ്റന്റ് ഏതാണ്? 1/C ആണ് കോൺസ്റ്റന്റ്. സോ 1/C നമ്മൾ പുറത്തെടുക്കുന്നു. 1/C ഇന്റഗ്രൽ ഓഫ് Q dQ. 1/C ഇന്റഗ്രൽ ഓഫ് Q dQ എന്ന് വരും. സോ നമുക്ക് എന്ത് എഴുതാം? Q ന്റെ ഇന്റഗ്രൽ അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓഫ് x dx എന്താണ്? x²/2 ആണ്. ഇന്റഗ്രൽ ഓഫ് y dy എന്താണ്? y²/2 ആണ്. സോ ഇന്റഗ്രൽ ഓഫ് Q dQ എന്തായിരിക്കും? ഇന്റഗ്രൽ ഓഫ് Q dQ എന്തായിരിക്കും? 1/C ഇൻറ്റു Q²/2 ആയിരിക്കും. 1/C ഇൻറ്റു Q²/2 ആയിരിക്കും. സോ ഞാൻ മുകളിലത്തെ ഡെറിവേഷൻ മായ്ക്കട്ടെ. മുകളിലത്തെ ഡെറിവേഷൻ മായ്ക്കുകയാണ്. സോ 1/C ഇൻറ്റു Q²/2 ആണ്. സോ നമുക്ക് W ഈക്വൽ ടു Q²/2C എന്ന് എഴുതാലോ. കാരണം രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തു. Q² / 2C എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. നമുക്കറിയാം
Q ഈക്വൽ ടു സി വി ആണ്. ഇതൊരു ഇക്വേഷൻ ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയാണ് വർക്ക് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ എനർജി കണ്ടുപിടിച്ചാലും സെയിം തന്നെയാണ്. ഇവിടെ വർക്കും എനർജിയും സെയിം തന്നെയാണ്, വർക്കും എനർജിയും സെയിം തന്നെയാണ്. ഇവിടെ ആൻസർ എൻഡപ്പ് ചെയ്താലും ശരിയാണ്. നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി വേണമെങ്കിൽ എഴുതാം. ഒരു സ്റ്റെപ്പ് കൂടി എങ്ങനെ എഴുതാം? Q ഈക്വൽ ടു സി വി അല്ലേ, അപ്പൊ Q സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? W ഈക്വൽ ടു സി സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2c എന്ന് എഴുതാം. സി സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2c എന്ന് എഴുതാം. ഈ സ്ക്വയറും ഈ സിയും തമ്മിൽ ക്യാൻസൽ ചെയ്താൽ W ഈക്വൽ ടു എന്ത് വരും? സി വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. സി വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്താൽ W ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ എന്ന് എഴുതാം. W ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ, ഹാഫ് ആണ്. W ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ബേസ് ചെയ്ത പ്രോബ്ലംസും ഡെറിവേഷൻസും ചോദിക്കാം. എനർജി ഓഫ് ദ കപ്പാസിറ്റർ, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇതോടുകൂടി ആദ്യത്തെ 2 ചാപ്റ്ററിലെ ഫോക്കസ് പോയിന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞു. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്ന് ചോദിക്കാം. അതർവൈസ് കമന്റിലൂടെ ചോദിച്ചാൽ നമ്മൾ ആൻസർ ചെയ്യും. സോ ഈ ക്ലാസ് മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.